നമ്മൾക്കൊപ്പം ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ചേരുന്നുണ്ട്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, സീതാറാം യെച്ചൂരി എന്ന വലിയൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ കടന്നു വന്ന കാലത്തെ വലിയ രാഷ്ട്രീയ ഇടപെടലുകളും സംഭാവനകളും പ്രവർത്തനവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ അക്കാഡമിക് ട്രാക്കുണ്ട്, അതുപോലെ തന്നെ ധൈഷണിക ഔന്നത്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കൃത്യമായൊരു മാർക്സിസ്റ്റ് നേതാവെന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാട്, ഉറച്ച കാഴ്ചപ്പാട് സൂക്ഷിക്കുമ്പോഴും രാഷ്ട്രീയത്തിൻ്റെ മുന്നണി രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട പ്രായോഗിക സമീപനം പുലർത്തിയ നേതാവാണ്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ സവിശേഷതയോടെ അദ്ദേഹത്തെ കാണാവുന്നതല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന്റെ നഷ്ടം നമ്മുടെ പൊതു സമൂഹത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. കാരണം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത കണിശമായി നിലനിർത്തുകയും അതോടൊപ്പം തന്നെ പൊതു താല്പര്യങ്ങൾ, എല്ലാ വിഭാഗം ആളുകളുടെയും പൊതു താല്പര്യങ്ങളെ കണക്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം രാഷ്ട്രീയത്തിൽ കുറയുകയാണോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തൊട്ട്, വിദ്യാർത്ഥി ജീവിതം കാലഘട്ടം തൊട്ട് അദ്ദേഹം പഠിക്കുകയായിരുന്നു. ഈ പഠനവും ആ പഠനം അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ തന്റെ ആ ആശയത്തോടുള്ള അതിലൊരിക്കലും വെള്ളം ചേർക്കാതെ, എന്നാൽ അതേ സമയത്ത് അത് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ എതിരാളികളെ വാസ്തവത്തിൽ ഒരു ശത്രുവായി കരുതാതെ അവരോട് ഉപയോഗിക്കേണ്ടി വരുന്ന പദങ്ങളിലൊക്കെ ഇത്രയും മിതത്വം പാലിച്ച ആളുകളുടെ എണ്ണം നമ്മുടെയൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും എനിക്ക് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിതത്വം പാലിക്കുക, തന്നെ എതിർക്കുന്ന ഒരാളോട് പോലും ആ ആളിന്റെ മനസ്സിലേക്ക് കടന്നേലേണ്ടവനാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള ധാരണയോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അക്കാദമിക് യോഗ്യതയും അനുഭവജ്ഞാനവും രണ്ടും ഒരുപോലെ അദ്ദേഹത്തിൽ സമ്മേളിച്ചിരുന്നു. അങ്ങനെ വരും അവസരത്തിൽ CPM സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെ എത്രയോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ദേശീയ നിലവാരത്തിൽ പല സംസ്ഥാനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ മാതൃക, അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, പുതിയ തലമുറ അതേ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടേതാണ്. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വെറും വൈകാരികമായ പ്രശ്നങ്ങളെ നേരിടലല്ല, മറിച്ച് അടിസ്ഥാനപരമായി വസ്തുതകളെ വിലയിരുത്തി ചെയ്യേണ്ടതാണ്. അതിനുള്ളൊരു ശൈലി ഞാൻ അദ്ദേഹത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഈ അനർഗളമായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും മറ്റുമുള്ള ആ സ്വതസിദ്ധമായ കഴിവ്, ആ കഴിവിനെ ഒക്കെ അദ്ദേഹത്തിന്റെ നമ്മുടെ പാർലമെന്ററി സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും എതിർക്കുന്നവരുടെ പോലും കണ്ണു തുറപ്പിക്കാൻ സഹായമാകുന്നു. അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം വിജയിക്കുന്നത്. അങ്ങനെ അവിടെ ശ്രീധരൻപിള്ള ഒരു കാര്യം കൂടി, രാജ്യത്തെ സംഘ്പരിവാർ രാഷ്ട്രീയത്തിന്റെ എക്കാലത്തെയും ശക്തരായ വിമർശകരിൽ ഒരാൾ കൂടിയായിരുന്നല്ലോ സീതാറാം യെച്ചൂരി. അല്ല, അതുണ്ട്. അത് ഇപ്പൊ സംഘപരിവാറിന്റെ നല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടിന്റെ ചരിത്രത്തില് നമ്മളൊക്കെ ഇപ്പൊ വിസ്മരിച്ചു പോകുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെ വിമർശിച്ചിരുന്ന ആളായിരുന്നല്ലോ EMS. LK അദ്വാനി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ജീവിതത്തിൽ ആദ്യമായിട്ട് അന്ന് അധികാരം കിട്ടിയ ആദ്യത്തെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് അതല്ല അതിന്റെ പ്രാധാന്യം. ഡൽഹിയിൽ അതിന്റെ ആഹ്ലാദ റാലിയാണ് വൈകുന്നേരം. അത് ഒഴിവാക്കിയിട്ട് വാജ്പേയി പറഞ്ഞവർ അദ്ദേഹം ഓടിക്കറിച്ചെത്തുമ്പോൾ എതിരാളിയെ മാനിക്കുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിന്റെ വ്യവസ്ഥയെ നമ്മൾ തുടരണം. അതിൽ മാത്രം സാധിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം. കേരളം ഉൾപ്പെടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്കെപ്പോഴും മാന്യതയുടെ ഒരു തലം ഉണ്ടാകണം. ആ മാന്യതയുടെ തലത്തിൽ കൂടി എതിർക്കുന്നവനെ കൂടി ഉള്ളിൽ മാനിക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ ഏത് പാർട്ടി ആയാലും മാതൃകകളാണ്. അങ്ങനൊരു മാതൃകയായിട്ട് ഞാൻ അതിന്റെ കാണും. വളരെയധികം നന്ദി ശ്രീ പി എസ് ശ്രീധരൻപിള്ള. ബഹുമാന്യനായ ഗോവ ഗവർണറാണ് ഇപ്പോൾ സംസാരിച്ചത്. കാരണം ആ നിലയിൽ അവിടെയാണ് യെച്ചൂരി ഒരു വലിയ നേതാവ് തന്നെയാകുന്നത് എന്നുള്ളതാണ്. കൃത്യമായ നിശ്ചയദാർഢ്യം, കൃത്യമായ ആശയദൃഢത, ബോധ്യം, അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയ, ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ച് മുന്നോട്ട് പോയ ആ നയങ്ങളെ, ആ നിലപാടുകളെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി.